നിനക്ക് ദേഷ്യപ്പെടാനൊക്കെ അറിയാലേ? ഇല്ല, ഇന്ന് നിനക്ക് വേണ്ടി ഒരുപാട് സർപ്രൈസ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാ. എല്ലാം ഫ്ലോപ്പായി പോയി. അത് വേറെ രീതിയിലും കാണിക്കാലോ. എന്താ പറഞ്ഞ്? പാചകം ചെയ്തൊന്ന് കാണിച്ചാ. പാചകോ? എനിക്ക് കഴിക്കാനേ അറിയാവൂ, പാചകം ചെയ്യാൻ അറിയില്ല. വേണമെങ്കിൽ പറ, ഓർഡർ ചെയ്യാം, വീട്ടിലേക്ക് കൊണ്ടുവരും. എനിക്ക് ഹോട്ടൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യോ. നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ഒന്ന് പാചകം ചെയ്തേ. ഇവളെന്തിനാ എന്നോട് പാചകം ചെയ്യാൻ പറയുന്നേ? ചെയ്ത് കളയാം. ജാനു, സംഭവം അടിപൊളിയായിട്ടുണ്ട്. കാർത്തിക്കിന്റെ ജീവിതത്തിൽ ഞാൻ മാത്രമേ ഉണ്ടാവുന്ന വിചാരിച്ചത്. ഞാൻ അറിയാത്ത എത്രയോ കാര്യങ്ങൾ കാർത്തിക് എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. ഞാൻ കുറച്ചുകൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതിയായിരുന്നു. എന്താ ഒളിഞ്ഞു നോക്കുന്നത്? സംശയമാണോ? ആ ക്യാരക്ടർ നിന്റേത് മാത്രമാണ്, എന്റേതല്ല. ശരി, ഫുഡ് റെഡി ആയിട്ടുണ്ട്. വന്നാൽ ഒരുമിച്ചിരുന്ന് കഴിക്കാം. എന്റെ പാചകം എങ്ങനെയുണ്ടെന്ന് അറിയാം. നീ ചെല്ല്, ഞാൻ അങ്ങോട്ട് വരാം. നിന്റെ കാലൊന്ന് മാറ്റിവെക്ക. നോക്കും ജാനു, ഞാൻ ഈ ഫുഡ് എൻജോയ് ചെയ്ത് കഴിച്ചോണ്ടിരിക്കുക. ബൈ മിസ്റ്റേക്ക് കാലറിയാതെ തട്ടിയതായിരിക്കാം. ബുദ്ധിമതിയാ. ഏയ് ജാനു, എനിക്ക് വിശക്കുന്നുണ്ട്. വീണ്ടും പണിങ്ങിയല്ലോ. കാലങ്ങോട്ട് മാറ്റി വെച്ച് മിണ്ടത് കിടന്നുറങ്ങ. നോക്ക്, നീ എന്നെ ശല്യം ചെയ്ത് കിടന്നുറങ്ങാൻ നോക്ക്. ജാനു, നീങ്ങി കിടക്കാനല്ലേ പറഞ്ഞ? അതെന്താ? ഞാൻ അടുത്തിടുന്ന എന്താ കുഴപ്പം? ഞാൻ ആണല്ലേ. കൈ എടുക്ക. ഇന്നത്തെ സമയം ശരിയല്ല. കാർത്തിക്, കാർത്തിക്, എന്താ വേണ്ടേ? എനിക്ക് ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് കാർത്തിക്. ഇപ്പൊ നിനക്ക് ഡാൻസ് ഒക്കെ? നീ ഓഫീസിൽ പോയി കഴിഞ്ഞാ എനിക്ക് ബോറടിക്കുന്നു കാർത്തിക്. പ്ലീസ് കാർത്തിക്, എനിക്ക് ഡാൻസ് പഠിക്കണം. അമ്മോ, ദൈവം നിങ്ങൾക്ക് തന്ന കൺട്രോളിംഗ് പവർ നമുക്ക് തന്നില്ലല്ലോ. ശരി, സിറ്റിയിൽ ഏതെങ്കിലും ഡാൻസ് സ്കൂൾ ഉണ്ടെങ്കിലേ ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. എനിക്ക് നാട്യാല എന്ന സ്കൂളിൽ പഠിച്ചാൽ മതി. ഓക്കേ. ഹലോ സാർ, കണ്ടിട്ട് കുറച്ചു കാലമായല്ലോ. ഹലോ രോഹിത്, സുഖമാണോ? സുഖമായിരിക്കുന്നു. ഇത് ജാനു, എന്റെ വൈഫാ. ഓ, സാറിന്റെ കല്യാണവും കഴിഞ്ഞോ? സോറി ജാനു, നിങ്ങളുടെ കല്യാണത്തിന് വരാൻ കഴിഞ്ഞില്ല. ഇവൻ വിളിച്ചാലല്ലേ വരാൻ പറ്റൂ? വിളിക്കാൻ പറ്റില്ല, എല്ലാം പെട്ടെന്നായിരുന്നടാ. അതിരിക്കട്ടെ, ഇവനെങ്ങനെയാ കല്യാണം കഴിച്ചേ? കല്യാണത്തിന് മുമ്പേ ഇവൻ മന്മഥനായി, ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. മന്മഥൻ എപ്പോഴും മന്മഥൻ തന്നെയാ. ശരി, മേഡം എവിടെ? അകത്ത് പൂജയില്ല. ഓക്കെ. കൈക്ക് എന്ത് പറ്റി? ഒന്നുമില്ല, നിങ്ങൾ അകത്തേക്ക് പോയിരിക്കൂ, മാഡം വരും.
ഇവനെന്താ പിന്നെ ഇവിടെ? മാം, നമ്മുടെ ഡാൻസ് സ്കൂളിൽ ചേരാൻ വന്നിരിക്കുന്നവരാ. ഓ ഹലോ, നമസ്കാരം മാഡം. സുഖമാണോ? നമസ്കാരം കാർത്തിക്. എൻ്റെ വൈഫ് അവന്തിക. ആ ജാനു. എന്റെ ഹസ്ബൻഡിന് ജാനു എന്ന് വിളിക്കുന്നതാ ഇഷ്ടം. ഓ, നിങ്ങളുടെ ഡാൻസ് സ്കൂളിൽ ചേരണമെന്ന് പറഞ്ഞു, അതാ കൊണ്ടുവന്നേ. ഇവിടെ എന്തിനാ? വേറെയും ധാരാളം സ്കൂളുകളുണ്ടല്ലോ. അത് നിങ്ങൾ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുമല്ലോ. ജാനുവിന് ഇതിൻ്റെ ബേസ് ഒന്നും അറിയില്ല. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മാത്രം മതി. ഈസിയായി പഠിക്കാൻ പറ്റും. പിന്നെ എന്നോട് വളരെ ഫ്രീ ആയി സംസാരിക്കാം. എപ്പോഴാ ജോയിൻ ചെയ്യാൻ പോകുന്നേ? ഇന്ന് നല്ല ദിവസമാ, ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, ശരി. ശരി ശരി, എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി. നീ ഇവിടെ വന്നോ. ഓക്കെ ഓക്കെ. അകത്തേക്ക് പോവാം. ആ ശരി. ഹായ് ജാനു. ഹായ് കാർത്തിക്. ഹൗസ് യുവർ ഫസ്റ്റ് ഡേ? നന്നായിരുന്നു. ഫ്രഷ് ഓക്കെ. ആയിട്ട് വരും, നമുക്ക് ആഹാരം കഴിക്കാം. ഇല്ലടാ, ഞാൻ ഓൾറെഡി ഫ്രണ്ട്സുമായിട്ട് പോയി ആഹാരം കഴിച്ചു. യു ക്യാരി ഓൺ. ഓക്കെ. കാർത്തിക്കിന്റെ സ്വഭാവം വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട്. കല്യാണത്തിന് മുമ്പ് കണ്ട ആളല്ല ഇപ്പോ. ഓ, ലോക്ക് ചെയ്തിരിക്കുകയാണോ? ഫോട്ടോസ് ഒന്നും കാണുന്നില്ലല്ലോ. ഡിലീറ്റ് ചെയ്തോ? അങ്ങനെയാണെങ്കിൽ കാർത്തിക് ചേച്ചി, എന്താ പ്രോബ്ലം? എന്താന്നറിയില്ല, കാർ പെട്ടെന്ന് നിന്നുപോയി. ഹലോ, ഇത് ശരിയാകാൻ എത്ര സമയം എടുക്കും? ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും മാഡം. ചേച്ചി വന്ന് കാറിലോട്ട് കയറ്. എന്റെ വീട് അടുത്ത് തന്നെയാ. സാരമില്ല ജാനു, ഇനി ഒരു ദിവസം വരാം. സാരയില്ല, കേറ് ചേച്ചി. രവി,
കാറ് ശരിയാവുന്ന വിളിച്ചറിയിക്കുക. ആ ശരി മാഡം, ഞാൻ ഫോൺ ചെയ്യാം. പോവാമോ? നിങ്ങളുടെ വീട് നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. ചേച്ചി അവിടെ ഇരിക്കെ, ഞാൻ കോഫി എടുത്തിട്ട് ആ, വരാം. ഇപ്പൊ ഒന്നും വേണ്ട, നീ വന്നേ, ഇവിടെ ഇരിക്കെ. അവന്തിക, നിന്റെ ഫാമിലി ലൈഫൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. കുഴപ്പമില്ലെന്ന് പറഞ്ഞാ കാർത്തിക് തന്നെ നന്നായിട്ട് നോക്കുന്നില്ലേ? എന്റെ ഹീറോയ്ക്ക് ഫാൻ ഫോളോയിങ് കുറച്ച് കൂടുതലാ. എന്നെ കെയർ ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ കാർത്തിക് ഇനി വേറെ ആരുടെങ്കിലും കൂടെ ചേച്ചി അങ്ങനെയൊന്നുമില്ല. ചേച്ചി ഇവിടെ ഇരിക്കെ, ഞാൻ പോയി കോഫി എടുത്തിട്ട് വരാം. ഓക്കെ. കോഫി. താങ്ക് യു. കോഫി നന്നായിട്ടുണ്ട്. കാർത്തിക പഠിപ്പിച്ചു തന്നത്. ഇന്റീരിയേഴ്സ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. അതും ഇനി നിന്റെ ഹസ്ബൻഡ് സെലക്ഷൻ ആണോ? അതെ ചേച്ചി, അദ്ദേഹത്തിന് ഗേൾസ് എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാ. അതെനിക്കറിയാലോ. ഷേക്സ്പിയർ ഒരു പുസ്തകത്തില് ബ്യൂട്ടി വിത്ത് ബ്രെയിൻസ് ആർ ഡേഞ്ചറസ് എന്ന് എഴുതിയിട്ടുണ്ട്, അറിയാമോ? അതേ ബുക്കില് ബ്യൂട്ടി വിത്ത് ടാലന്റഡ് ബ്രെയിൻസ് ആർ ടു ഡേഞ്ചറസ് എന്നും എഴുതിയിരിക്കണം. ഹലോ മാഡം, കാർ റെഡി ആയിട്ടുണ്ട്. ശരിയായോ? ശരിയായി. ഓക്കെ, ഞാനിതാ വരുന്നു. ഓക്കെ, എന്റെ കാർ റെഡിയായി. താങ്ക് യു ജാനു. എന്നാ Bye. പോയിട്ട് വരട്ടെ. Take ബൈ. care.